ലണ്ടനിലെ ഒരു ഹാൾ. അവിടെ പുരാവസ്തുക്കളുടെ ലേലം നടക്കുന്നു. ഇന്ന് വലിയ കോടീശ്വരന്മാർ വരുന്ന ദിവസമാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ലേലം. എൻ്റെ ബോസ് ജാക്ക് ഫോർമാനും ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പുരാവസ്തു ശേഖരിക്കാൻ എത്ര പണം വേണമെങ്കിലും അദ്ദേഹം മുടക്കും. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ അങ്ങോട്ടെത്തി. ജാക്ക് ഫോർമാൻ്റെ അസിസ്റ്റൻ്റ് അല്ലേ? അതെ, നിങ്ങളാരാ? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രഭുവിൻ്റെ ഛായാചിത്രം, പിന്നെ മെഴുകുതിരിക്കാലുകൾ. ഇതൊക്കെയല്ലേ ഇന്ന് അദ്ദേഹം ലേലത്തിൽ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന പുരാവസ്തുക്കൾ? അതിൽ നിന്ന് പിന്മാറാൻ പറയൂ, അപകടമാണത്. വേല കയ്യിലിരിക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടയാൾക്ക് അത് സ്വന്തമാക്കണം അല്ലേ? വിധി, അതാർക്കും തടയാനാവില്ല. ഞാൻ പോകുന്നു. ഇതുപോലെ എത്ര പേരെ കണ്ടിരിക്കുന്നു. വൈകാതെ ലേലം തുടങ്ങി. എൻ്റെ ഫാം ഹൗസിന് ഇവ മാറ്റുകൂട്ടും. നേരം വൈകുന്നു, നമുക്ക് പുറപ്പെടാം. അവർ ഫാം ഹൗസിലെത്തിയപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. തൽക്കാലം ചിത്രം ചുവരിൽ തൂക്കാം. മെഴുകുതിരിക്കാലുകൾ ഇവിടെ ഇരിക്കട്ടെ. രാത്രി. പുറത്ത് അസാധാരണമായ കാറ്റുവീശി. ചെന്നായ്ക്കളുടെ ഓരിയിടലല്ലേ അത്? ഈ ഭാഗത്ത് ചെന്നായ്ക്കളില്ലല്ലോ. ഈ വെളിച്ചം. ചുവരിലേക്ക് നോക്കിയ ജാക്ക് ഫോർമാൻ ഞെട്ടിത്തെറിച്ചു. അസാധാരണമായ തിളക്കത്തോടെ മെഴുകുതിരിക്കാലുകൾ മെഴുകുതിരികൾ എരിയുന്നു. ചുവരിൽ തൂക്കിയ പ്രഭുവിൻ്റെ ഛായാചിത്രത്തിൽ നിന്ന് താഴേക്കൊഴുകുന്ന രക്തം. പേടിച്ചരണ്ട ജാക്ക് ഫോർമാൻ കിടപ്പുമുറിയിൽ നിന്ന് ഒരു വിധത്തിൽ പുറത്തേക്കോടി. ഹോ, മുറിയിൽ എന്തൊരു ദുർഗന്ധം! ഫിലിപ്പ്, ഫിലിപ്പ്, എവിടെയാണ് നിങ്ങൾ? സ്വീകരണ മുറിയിലെ അലങ്കാര വിളക്കുകൾ കൊടുങ്കാറ്റിൽ പെട്ടതുപോലെ ആടിയുലഞ്ഞു. കൊടുങ്കാറ്റ് ഇവിടെ ഇങ്ങനെ വരാത്തതാണല്ലോ. പെട്ടെന്ന് വൈദ്യുത വിളക്കുകൾ കെട്ടു. മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചം മാത്രമായി അവിടെ. ഫിലിപ്പ്, ഫിലിപ്പ്, വാതിൽ തുറക്കൂ. എൻ്റെ കാലുകൾ നനയുന്നല്ലോ. എന്താണിത്? മൊബൈൽ ഫോണിലെ ടോർച്ച് തെളിച്ച് നിലത്തേക്ക് നോക്കിയ ഫോർമാൻ നടുങ്ങി വിറച്ചു. ഓ, രക്തം! തറ നിറയെ രക്തം! പരിഭ്രാന്തനായ ജാക്ക് ഫോർമാൻ പുറത്തേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി ഓടി. ഫിലിപ്പിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഉടനെ പോലീസിനെ അറിയിക്കണം. പുറത്തേക്കുള്ള വാതിൽ തുറന്ന ഫോർമാൻ ശക്തമായ കാറ്റിൽപ്പെട്ട് അകത്തേക്കു തന്നെ തെറിച്ചു വീണു. പ്രകാശിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയിരുന്നു. എന്തൊരു നാശമാണിത്! മൊബൈൽ ഫോണിൻ്റെ വെളിച്ചം വീണ ഭിത്തിയിൽ ഒരു നിഴൽ രൂപം. ഹേ, ആരാണത്? അടുത്ത നിമിഷം ആ രൂപം ഭിത്തിയിൽ നിന്ന് മുന്നിലേക്ക് നീങ്ങിത്തുടങ്ങി. ഇത് ആ ചിത്രത്തിലുള്ള പ്രഭു. ശബ്ദം പുറത്തു വരുന്നില്ല. ആരെങ്കിലും ഇതുവഴി വന്നിരുന്നെങ്കിൽ. തീ പോലെ ജ്വലിക്കുന്ന കണ്ണുകളുമായി പ്രഭു ജാക്ക് ഫോർമാൻ്റെ അടുത്തെത്തി. കഴുത്തിന് പിടിച്ച് പ്രഭു അയാളെ ഉയർത്തി. ജീവനില്ലാത്തതുപോലെ തണുത്തു മരവിച്ചിരിക്കുന്ന കൈകൾ. ജാക്ക് ഫോർമാൻ്റെ കഴുത്തിലേക്ക് പ്രഭുവിൻ്റെ കൂർത്ത കോമ്പല്ലുകൾ ആഴ്ന്നിറങ്ങി. അല്പസമയത്തിനു ശേഷം പ്രഭു അവിടെ നിന്ന് മാഞ്ഞുപോയി. പഴന്തുണി പോലെ ജാക്ക് ഫോർമാൻ തറയിൽ വീണു കിടന്നു. പിറ്റേന്ന് പ്രഭാതം. ജാക്ക് ഫോർമാൻ കണ്ണുകൾ തുറന്നു. ബെഡ്റൂമിൽ കിടന്ന് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? വല്ലാത്ത ക്ഷീണം. ഇന്നലെ നടന്നതൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. ആ പകൽ ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. ഫിലിപ്പ് സ്ഥലം വിട്ടെന്ന് തോന്നുന്നു. വൈകുന്നേരം. ഇന്ന് രാത്രി ഒരാൾ ഇവിടെ നിൽക്കാമോ? എനിക്കൊരു കൂട്ടിന്. നല്ല സുഖമില്ല. അതാ, ഞാൻ നിൽക്കാം. അന്ന് രാത്രി എന്തോ ശബ്ദം കേട്ട് ഔട്ട് ഹൗസിലെ ജോലിക്കാരൻ ഞെട്ടിയുണർന്നു. എന്താണത്? ചെന്നായ്ക്കളുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അയാൾ ജനാല തുറന്നതും ജനാലയ്ക്ക് മുന്നിൽ ജാക്ക് ഫോർമാൻ്റെ മുഖം. സാർ? ജാക്ക് ഫോർമാൻ്റെ വലത് കൈ ജനലിലൂടെ ജോലിക്കാരന് നേർക്ക് നീണ്ടു. ആ കൈകൾ കൂർത്ത നഖങ്ങൾ. അയ്യോ, ഇതെന്തോ പിശാചുബാധ തന്നെ. അയാൾ പെട്ടെന്ന് തൻ്റെ കഴുത്തിലെ മാലയിൽ കിടന്ന കുരിശ് മുന്നോട്ട് നീട്ടിപ്പിടിച്ചു. അതോടെ കൈ പിൻവലിച്ച് ജാക്ക് ഫോർമാൻ അപ്രത്യക്ഷനായി. തൽക്കാലം രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ആപത്താണ്. നേരെ ഒന്ന് വേഗം വെളുത്തെങ്കിൽ. പിറ്റേന്ന് നേരം വെളുത്തതും അയാൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇക്കാര്യങ്ങൾ ഫാദറിനെ അറിയിക്കണം. അയാൾ നേരെ ചെന്നത് പള്ളിയിലേക്കാണ്. എന്താ ഡേവിഡ്, പതിവില്ലാതെ ഈ നേരത്ത്? വിശദമായി സംസാരിക്കണം ഫാദർ.
ജാക്ക് ഫോർമാൻ്റെ ഫാം ഹൗസിൽ തനിക്കുണ്ടായ അനുഭവം ഡേവിഡ് ഫാദറിനോട് വിശദമായി പറഞ്ഞു. കേട്ടിടത്തോളം കാര്യങ്ങൾ അല്പം ഗുരുതരമാണല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഡേവിഡ് ഇപ്പോൾ പൊയ്ക്കോളൂ. ശരി. അന്ന് രാത്രി ഡേവിഡിൻ്റെ വീട്ടിൽ. ഛേ, ഈ കുരങ്ങൻ! അവൻ എൻ്റെ മാലയും കൊണ്ട് കടന്നല്ലോ. ഡേവിഡ് ആ കുരങ്ങന് പിന്നാലെ തോട്ടത്തിലേക്ക് ഇറങ്ങി. നല്ല ഏറ് വേണ്ടെങ്കിൽ ആ മാല ഇങ്ങ് തന്നോ. അടുത്ത നിമിഷം മുന്നിലെ കാഴ്ച കണ്ട് ഡേവിഡ് ഞെട്ടിത്തെരിച്ചു.